ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെം BA BSc കുട്ടികളുടെ ഗദ്യതാര എന്ന ടെക്സ്റ്റിലെ നാഖൂൻ ക്യോ ബഡ്തേ ഹേ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആദ്യം ഇതിൻ്റെ ചാപ്റ്റർ വായിക്കുക. അല്പം ബോറിംഗ് ചാപ്റ്ററാണ്. യെറ്റ് യു ഹാവ് ടു റീഡ് യുവർ ചാപ്റ്റർ വെൽ, go through the videos and then come to this question answer session. Okay, essay type question 10 marks. नाखून क्यों बढ़ते हैं? निबंध में अभिव्यक्त विचारों का उल्लेख कीजिए. നാഖൂൻ നഖമാണ്, നെയിൽസ്. എന്തുകൊണ്ട് നഖം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു? നമ്മുടെ നഖം എന്തുകൊണ്ട്, മനുഷ്യരുടെ നഖം എന്തുകൊണ്ട് വളരുന്നു? ഇതാണ് ഈ ഹോൾ എസ്സേയുടെ ടോപ്പിക്. ഉസ്മേ അഭിവ്യക്ത് വിചാരോं का उल्लेख कीजिए. അതിൽ എന്തൊക്കെയാണ് ഓഥർ പറയുന്നത്? हिंदी साहित्य जगत के प्रमुख आलोचक, इतिहासकार एवं निबंधकार हजारी प्रसाद द्विवेदी जी ने अपने निबंध नाखून क्यों बढ़ते हैं में नाखूनों के बढ़ने और मनुष्य सभ्यता के विकास का गहरा संबंध प्रस्तुत किया है. ഈ ഹോൾ എസ്സേയിൽ ഈ ഹസാരി പ്രസാദ് ദ്വിവേദി എന്ന ആലോചക് ഒരു വളരെ ഫേമസ് ക്രിട്ടിക്കായിരുന്നു, ഇതിഹാസ്കാർ ഹിസ്റ്റോറിയനായിരുന്നു, നിബന്ധകാർ. അദ്ദേഹം നഖങ്ങൾ വളരുന്നതും മനുഷ്യൻ്റെ സഭ്യത, ദറ്റ് മീൻസ് ഹ്യൂമൻ സിവിലൈസേഷൻ, ഇത് രണ്ടും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധമുണ്ടെന്നാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഹസാരി പ്രസാദ് ദ്വിവേദി ഒരു വളരെ സീരിയസ് തിങ്കറായിരുന്നു, ഒരു അക്കാഡമിഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഏതൊരു കാര്യത്തിനും ചെറിയൊരു ടോപ്പിക്കാണെങ്കിലും വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ അദ്ദേഹം മനുഷ്യൻ്റെ സിവിലൈസേഷനും നഖവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്നാണ് പല കാരണങ്ങൾ നിരത്തി പറഞ്ഞു വെക്കുന്നത്. മനുഷ്യ സഭ്യता के विकास के अलग अलग पहलुओं पर वे इस निबंध में प्रकाश डालते हैं और उस विकास में नाखून की उपयोगिता और उसे काटे जाने की आवश्यकता पर अपना विचार प्रकट करते हैं. ഹ്യൂമൻ സിവിലൈസേഷനിൽ നഖത്തിൻ്റെ പ്രസക്തി എന്തായിരുന്നു, പിന്നീട് നഖം എന്തുകൊണ്ട് മനുഷ്യൻ വെട്ടേണ്ടിയിരിക്കുന്നു, അതിൻ്റെ ആവശ്യകത എന്താണ്, അതാണ് ഈ എസ്സേയിൽ പറയുന്നത്. मनुष्य जब पहले वनों में जंगली जानवरों के बीच रहता था तब नाखून उसके लिए जीवन रक्षा का ज़रूरी साधन था. മനുഷ്യൻ പണ്ട് സിവിലൈസ്ഡ് ആവുന്നതിന് മുമ്പ് മൃഗങ്ങളുടെ കൂടെ ജീവിച്ചപ്പോൾ നഖം മനുഷ്യന് ജീവൻ രക്ഷിക്കാനുള്ള ഒരു ആയുധമായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. വഹ ഉസ്കെ ലിയെ ഏക് അസ്ത്ര കെ സമാൻ ഥാ, ഒരു വെപ്പൺ പോലെയായിരുന്നു, ആയുധം പോലെയായിരുന്നു നഖം. धीरे धीरे मानव हड्डियों, पत्थरों और लोहों से अस्त्र बनाने लगा. तब नाखून की ज़रूरत एक अस्त्र के रूप में कम होने लगा. പിന്നീട് പല ആയുധങ്ങൾ മനുഷ്യൻ ഉപയോഗിച്ചു. എല്ല്, കല്ല്, ഇരുമ്പ്, ഇതെല്ലാം കൊണ്ട്, ലോഹം, ഇതുകൊണ്ടെല്ലാം അസ്ത്രം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നഖത്തിൻ്റെ ആവശ്യം കുറഞ്ഞു കുറഞ്ഞ് വന്നു. ലേക്കിൻ വിചിത്ര ബാത് തോ യഹ് ഹൈ कि मानव का नाखून अब भी बढ़ रहा है. അപ്പം നഖത്തിൻ്റെ യൂസ് കുറഞ്ഞെങ്കിലും നഖം ഇപ്പോഴും വളർന്നുകൊണ്ടേ ഇരിക്കുന്നു. वो क्यों? इसी प्रश्न पर पूरे निबंध में विचार किया गया है. प्रश्न लेखक की अबोध बालिका ने किया था और लेखक उस विषय पर गंभीरतापूर्वक विचार करते हैं. तब वे इस नतीजे पर पहुंचते हैं कि मनुष्य का नाखून अब भी इसलिए बढ़ रहा है क्योंकि प्रकृति मनुष्य को उसके भीतर वाले अस्त्र से वंचित नहीं कर रही है. ഒരു റീസൺ അദ്ദേഹം കണ്ടെത്തുന്നത് നേച്ചർ തന്നെ, പ്രകൃതി, നമ്മുടെ ഉള്ളിലെ നമുക്ക് ജന്മനാ കിട്ടിയ ഒരു ആയുധമാണ് നഖം. പെട്ടെന്നൊന്ന് ആക്രമിക്കാനും മാന്താനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്. അപ്പം നേച്ചർ നമ്മളെ അതിൽ നിന്ന് ഡിപ്രൈവ്ഡ് ചെയ്യുന്നില്ല. തന്നുകൊണ്ടിരിക്കുന്ന ഒരു ആനുകൂല്യം പ്രകൃതി നമുക്ക് ഇപ്പോഴും തന്നുകൊണ്ട് ഇരിക്കുന്നു. आज भी वह याद दिला देती है कि तुम्हारे नाखून को भुलाया नहीं जा सकता. मानव अपने भीतर की पशुता की निशानी नाखून को काट कर अपनी बर्बरता घटाने की कोशिश करता है. അപ്പോൾ മനുഷ്യൻ സിവിലൈസ്ഡ് ആവുന്ന അനുസരിച്ച് അയാൾ ഈ നഖങ്ങൾ വെട്ടി അയാളുടെ ആ ബർബർത്ത മീൻസ് ആ ഒരു വൈൽഡ് ഇൻസ്റ്റിങ്ക്റ്റ്, ഒരു ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ്, മനുഷ്യൻ്റെ ഉള്ളിൽ മറ്റുള്ളവരെ ആക്രമിക്കാൻ ഉള്ള ഒരു പ്രവണത, അത് മനുഷ്യനിങ്ങനെ സിവിലൈസ്ഡ് ആവുന്ന അനുസരിച്ച് വെട്ടി നശിപ്പിച്ചുകൊണ്ടേ ഇരുന്നു. लेकिन हालत यह है कि मनुष्य की पशुता को जितनी बार काट दो वह मरना नहीं जानती.
പക്ഷേ സിറ്റുവേഷൻ എന്താണ്? മനുഷ്യൻ്റെ ആ ഒരു ഉള്ളിലെ ആനിമൽ ഇൻസ്റ്റിക്റ്റിനെ എത്ര കൊല്ലാൻ നോക്കിയാലും അത് പൂർണ്ണമായിട്ടും പോകത്തില്ല. വഹ ബഡ്തി ജാതി ഹൈ ठीक वैसे ही जैसे मानव के भीतर की पशुता बढ़ती जा रही है. നഖങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. കാരണം മനുഷ്യൻ്റെ ഉള്ളിലെ ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ യുദ്ധം നടത്തുന്നു, വാർ നടത്തുന്നു, പരസ്പരം കൊല്ലുന്നു, വെട്ടുന്നു. ഇതെല്ലാം ഓദർ പറയാണ് മനുഷ്യൻ്റെ ഉള്ളിലെ ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. എത്രയൊക്കെ സിവിലൈസ്ഡ് ആയാലും മനുഷ്യൻ പിന്നെയും ഈ യുദ്ധത്തിൻ്റെ പുറകിൽ, ആയുധങ്ങളുടെ പുറകിൽ പോകുന്നത് ഇതിൻ്റെ ഒരു ഉദാഹരണമാണ്. लेखक यह भी याद दिलाते हैं कि कई साल पहले नाखून को सुकुमार विनोदों के लिए उपयोग में लाया जाता था. उसे विविध आकृतियों में काटना और सजाकर रखना एक कला माना जाता था. പിന്നെ ഈ എസ്സേയിൽ പറയുന്നുണ്ട്, കാമസൂത്രയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നഖങ്ങളെ എങ്ങനെ അന്നത്തെ കാലത്ത് ഭാരതീയർ പല ഷേപ്പിൽ വെട്ടി അതിനെ മിനുക്കി അതിന് നല്ല നിറമൊക്കെ കൊടുത്ത് നെയിൽ ആർട്ട് പണ്ടേ ഉണ്ടായിരുന്നു, വർഷങ്ങൾ മുമ്പ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് നഖം മനുഷ്യന് ഒരു അലങ്കാരവും കൂടിയായിരുന്നു. ലേഖക് നാഖൂൻ കോ ഹിംസ കാ പ്രതീക് മാനത്തെ ഹൈ और मानव जाति को हिंसा से दूर रहने का ആഹ്വാൻ करते हैं. നഖം ഒരു ഹിംസയുടെ പ്രതീകമാണ്. ആദ്യം ഒരു ഫൈറ്റിംഗ് മോഡിലേക്ക് വരുമ്പോൾ ആദ്യം നഖം കൊണ്ട് മാന്തുന്ന ഒരു പ്രവണത മനുഷ്യർക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു ഹിംസയിൽ നിന്ന്, വയലൻസ് ആണ് നഖം ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ എഴുത്തുകാരൻ പറയുന്നത് മനുഷ്യന് വേണ്ടത് ഈ വയലൻസ് എന്ന ചിന്തയിൽ നിന്ന് മാറി നിൽക്കുക. अस्त्र शस्त्र को बढ़ने देना मनुष्य की पशुता की निशानी है. उसे चाहिए कि अपने को संयत रखे. संयत रखना मीन्स टू बी इन सेल्फ कंट्रोल. और मन में घृणा की जो प्रवृत्ति है उसे अपने संयम में रखे. മനുഷ്യൻ്റെ ഉള്ളിൽ വെറുപ്പ് എന്നുള്ളൊരു ഇൻസ്റ്റിങ്ക്റ്റിനെ കൺട്രോൾ ചെയ്ത് വെക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. क्योंकि मानव की चरित्रार्थता प्रेम में है, मैत्री में है, त्याग में है. സ്നേഹം, മൈത്രി, ത്യാഗം ഇതൊക്കെയാണ് ഹ്യൂമാനിറ്റിയുടെ ബേസ്. ഇതായിരിക്കണം ഹ്യൂമാനിറ്റിയുടെ ബേസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. अपने को सबके मंगल के लिए निशेष भाव से दे देने में है. अपने को सबके मंगल के लिए, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി, എല്ലാവരുടെയും മംഗളിന് വേണ്ടി സ്വയം ഇല്ലാതാകുക, അതായിരിക്കണം മനുഷ്യൻ്റെ അൾട്ടിമേറ്റ് എയിം. ഗാന്ധിജി ഓർ ഗൗതം ബുദ്ധ് ഉസി കി ഓർ ഇഷാര കർ ഗയി. ഈ രണ്ട് മഹത് വ്യക്തികളെ അദ്ദേഹം എസ്സേയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഗാന്ധിജിയും ഗൗതം ബുദ്ധും ഈ ഒരു മെസ്സേജാണ് എല്ലാവർക്കും നൽകിയത്. മൂവിങ് ഓൺ ടു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ, 5 മാർക്സ് ക്വസ്റ്റ്യൻ. पुराने ज़माने में भारतवासी नाखून को कैसे सजाते संवारते थे? कुछ 2000 वर्ष पहले, 2000 വർഷങ്ങൾ മുമ്പ് भारतवासी नाखूनों को जम के संवारते थे, जिसका उल्लेख वात्स्यायन जी ने कामसूत्र ग्रंथ में किया है. नाखूनों को त्रिकोण, वर्तुलाकार, चंद्राकार आदि विविध आकृतियों में काटा जाता था. ട്രയാങ്കുലർ ഷേപ്പിൽ, ത്രികോണ ഷേപ്പിൽ, വർത്തുലാക്കാർ കേർവ് ഷേപ്പിൽ, ചന്ദ്രാക്കാർ ചന്ദ്രൻ്റെ ഷേപ്പിൽ, ഇതെല്ലാം പല ഷേപ്പിൽ പണ്ടേ ഭാരതവാസികൾ 2000 വർഷം മുമ്പ് തന്നെ അങ്ങനെ വെട്ടി അതിനെ മിനുക്കി. പിന്നെന്ത് ചെയ്യുമായിരുന്നു? नाखूनों को मोम और आलता से रगड़ कर चिकना और लाल बनाया जाता था. മോം മെഴുകുകൊണ്ട് നല്ല അതിനെ സോഫ്റ്റ് ആക്കുമായിരുന്നു ഈ നഖത്തിൻ്റെ എൻഡിങ്സിനെ. അതുപോലെ ആൽത്ത തേച്ച് റെഡ് കളർ ആക്കുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ जो नाखून काटने की कला को काफ़ी मनोरंजक माना जाता था. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരുന്നു ഇതിനെ കണ്ടിരുന്നത്, ഈ നെയിൽ ആർട്ട് ചെയ്യുന്നത്. नाखून क्यों बढ़ते हैं कि लेखक ने मनुष्य की चरितार्थता किसमें पाया है? लेखक हजारी प्रसाद द्विवेदी जी मानते हैं कि सफलता और चरितार्थता में अंतर है. सफलता, सक्सेस ആകുക, അതും ചരിതാർത്ഥതയിലും ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ ഒരു സായുജ്യം അണിയുക എന്ന് പറയുന്നത് ചരിത്രാർത്ഥത, അതിൽ വ്യത്യാസമുണ്ട്. ബാഹ്യ उपकरणों के बाहुल्य से मानव अपने आप को सफल ज़रूर कहता है, लेकिन मनुष्य की चरितार्थता तो प्रेम में है. ബാഹ്യ उपकरणों के बाहुल्य से, ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി, കാറ്, വീട്, ലക്ഷറി ഐറ്റംസ് വാങ്ങിച്ചു കൂട്ടുന്നവരെ നമ്മൾ അയാൾ ഭയങ്കര സഫലാണ്, അയാൾ ഭയങ്കര സക്സസ്ഫുൾ ആണെന്ന് നമ്മൾ പറയും.
പക്ഷേ യഥാർത്ഥ മനുഷ്യൻ്റെ ആ ഒരു ചരിതാർത്ഥത എന്തിലാണ്? സ്നേഹത്തിലാണ്, മൈത്രിയിലാണ്. അപ്നേക്കോ സബ്കെ മംഗൾ കെ ലിയെ നിശേഷ് ഭാവ് സെ ദേ ദേനെ മേ ഹെ. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം മെഴുകുതിരിയെ പോലെ ഒഴുകിത്തീരുന്നതിലാണ് മനുഷ്യത്വം ഇരിക്കുന്നത്. അല്ലാതെ ലക്ഷറി ഐറ്റംസ് വാരി കൂട്ടുന്നതിനെ നമ്മൾ സക്സസ്ഫുൾ എന്ന് പറയാം, പക്ഷേ അത് ചരിതാർത്ഥത അല്ല. नेक्स्ट क्वेश्चन, नाखून क्यों बढ़ते हैं निबंध के लेखक की दृष्टि में इंडिपेंडेंस और स्वाधीनता में क्या अंतर है? ഇതും പ്രീവിയസ് 2019 യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇൻഡിപെൻഡൻസ് കാ അർത്ഥ ഹെ അനധീനത. ഇൻഡിപെൻഡൻസ് എന്ന വേർഡിനെ ചൊല്ലി ഹസാരി പ്രസാദ് ദ്വിവേദി അതിൻ്റെ ആ ഒരു ട്രാൻസ്ലേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇൻഡിപെൻഡൻസ് ഇംഗ്ലീഷ് വേർഡാണ്. അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അനധീനത ആണ് ചെയ്യേണ്ടത്. ഇൻഡിപെൻഡൻസിൻ്റെ മീനിങ് ഇൻഡിപെൻഡൻസ്. പക്ഷേ നമ്മൾ ചെയ്തത് സ്വാധീനത എന്നാണ്. അനധീനത നമ്മൾ ഉപയോഗിക്കാതിരുന്നതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത് മറ്റുള്ളവരുടെ അടിമയാകാതിരിക്കുക, അതാണ് അനധീനത. പക്ഷേ നമ്മൾ ഭാരതീയർ കാലാകാലങ്ങളിൽ സ്വാധീനത എന്ന വേർഡാണ് ഇൻഡിപെൻഡൻസിൻ്റെ അർത്ഥമായിട്ട് ഹിന്ദിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്വാധീനത എന്ന് വെച്ചാൽ സ്വ കെ അധീൻ, സ്വന്തത്തിൻ്റെ കൺട്രോളിൽ, സ്വയം കൺട്രോളിലിരിക്കുക. അതിന് കുറച്ചുകൂടെ ഗംഭീരമായ അർത്ഥമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സെൽഫ് കൺട്രോളിൽ ഇരിക്കുക. भारतीय जनमानस आज भी इंडिपेंडेंस को अनधीनता के रूप में न सोचकर स्वाधीनता के रूप में सोचता है, जो हमारे ദീർഘകാലീൻ സംസ്കാരവും കാ ഫൽ ഹെ. നമ്മുടെ കൾച്ചറിൻ്റെ ദീർഘകാലീൻ കാലാകാലങ്ങളിലായിട്ടുള്ള നമ്മുടെ ഒരു പ്യുവർ കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇൻഡിപെൻഡൻസിനെ സ്വാധീനത എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. സ്വാധീനതയിൽ മറ്റുള്ളവരുടെ അധീനമായിട്ട് ഇരിക്കാതിരിക്കുക എന്ന് മാത്രമല്ല, സ്വയം ഒരു കൺട്രോളിലിരിക്കുക. അതിന് അല്പം ഉത്തരവാദിത്തം കൂടുതലാണ്. സെൽഫ് കൺട്രോളിലിരിക്കുക. അതാണ് ഇൻഡിപെൻഡൻസും സ്വാധീനതയും തമ്മിലുള്ള വ്യത്യാസം. नाखून क्यों बढ़ते हैं निबंध के लेखक की दृष्टि में पशु और मनुष्य में क्या अंतर है? मनुष्य और पशु में ആഹാർ, നിദ്ര ആദി സ്വഭാവമേ സമാനത ഹെ. അപ്പോൾ ഈ എസ്സേയിൽ അദ്ദേഹം ഈ നഖം വളരുന്നത് മനുഷ്യൻ്റെ ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റാന്ന് പറഞ്ഞല്ലോ. പിന്നെ അദ്ദേഹം മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസമുണ്ട്, സമാനതകളുണ്ട്. എന്താണ്? സ്വഭാവമേ സമാനത ഹെ. ഏതൊക്കെ കാര്യത്തിൽ? ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും നിദ്രയുടെ കാര്യത്തിലുമൊക്കെ നമ്മളും മൃഗങ്ങളും എല്ലാം ഒരുപോലാണ്. ലേക്കിൻ ഫിർ ഭി മനുഷ്യ പശു സെ ഭിന്ന ഹെ. ഉസ്മേ സംയം ഹെ, സെൽഫ് കൺട്രോൾ. दूसरे के सुख दुख के प्रति സമവേദന ഹെ. മറ്റുള്ളവരുടെ ദുഃഖവും സുഖവും കണ്ടാൽ നമുക്കും ഒരു എമ്പത്തൈസ് ചെയ്യാനുള്ളൊരു പ്രവണത മനുഷ്യർക്ക് ഉണ്ട്. ശ്രദ്ധ ഹെ, ത്യാഗ് ഹെ. ശ്രദ്ധാഭാവന, ത്യാഗത്തിൻ്റെ ഭാവന, ഇതെല്ലാം മൃഗങ്ങൾക്കില്ലാത്തതാണ് നമുക്ക് ഉള്ളത്. नाखून का बढ़ना किसकी निशानी है? वेरी शॉर्ट आंसर टाइप क्वेश्चन. नाखून का बढ़ना मनुष्य के भीतर की पशुता की निशानी है. गौतम बुद्ध ने मनुष्य की मनुष्यता के बारे में क्या कहा? गौतम बुद्ध ने कहा कि मनुष्य की मनुष्यता यही है कि वह सबके सुख दुख को सहानुभूति से देखे. यह आत्मनियमित बंधन ही मनुष्य को मनुष्य बनाता है. लेखक मनुष्य के बढ़ते नाखून को देखकर निराश क्यों हो जाते हैं? लेखक मनुष्य के बढ़ते नाखून को देखकर निराश हो जाते हैं क्योंकि नाखून मानव की भयंकर पाशवी वृत्ति का जीवंत प्रतीक है. मनुष्य की पशुता को जितनी बार काट दो वह मरना नहीं जानती, फिर बढ़ जाती है. अपन बढ़ते हुए नाखून को देखकर लेखक എന്താ നിരാശാവുന്നത്? क्योंकि नाखून मानव की भयंकर पाशवी वृत्ति का जीवंत प्रतीक है. പാശ്വി വൃത്തി, ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ ജീവന്തമായ ഒരു പ്രതീകമാണ് നഖം. അതുകൊണ്ട് തന്നെ ഈ വളരുന്ന നഖം കാണുമ്പോൾ ലേഖകന് വിഷമമാണ് വരുന്നത്. മനുഷ്യക്ക് പശുതാക്കോ ജിത്തനി ബാർ കാട്ട് ദോ വഹ മർന നഹി ജാൻതി ഫിർ ബഡ് ജാത്തി ഹെ. മനുഷ്യൻ്റെ ഉള്ളിലെ ആ ഒരു മൃഗീയ സ്വഭാവം എത്ര പ്രാവശ്യം വെട്ടിയാലും പിന്നെയും വളർന്നു വരും. അതാണ് നഖം വളരുന്നത് കാണുമ്പോൾ ലേഖകന് വിഷമം വരുന്നത്. ഓക്കെ, അപ്പോൾ ടു ബി ഇൻ ദ സേഫർ സൈഡ് എസ്സേ നിങ്ങൾക്ക് ഈ നാഖൂൻ ക്യോं बढ़ते हैं ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ യു ക്യാൻ അവോയ്ഡ്. യു ക്യാൻ യൂസ് സദാചാർ കാ താവീസ് ഓർ സോനാ ഹിർനി
ഓർ ഹരിബിന്ദി, എളുപ്പമുള്ളത് കുറച്ചുകൂടി ചൂസ് ചെയ്യാം. ഓക്കെ, എനിവേ യു ഹാവ് ഗോട്ട് ചോയ്സ്. വൺ യു ക്യാൻ അവോയ്ഡ്. സോ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. ബെസ്റ്റ് ഓഫ് ലക്ക്.